നീ എന്റെ മൈനാകം കണ്ടിട്ടുണ്ടോ? ആശാൻ കൈസം തെങ്ങും കയറുമ്പോ ചെറുതായിട്ടൊന്നും എടാ മൈനാകം എന്നുള്ള പാട്ട് ഞാൻ വായിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ കണ്ടില്ല. അത് കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്റെ കടമിഴി കണ്ടിട്ടുണ്ടാവും. കാട്ടമീഴൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ നാട്ടുകാർ മൊത്തം കടം വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എടാ നീ കുറെ നേരം എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ ട്രംപറ്റ് പിടിച്ചേ, നീ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. നീ കളിയാക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? പിന്നെ ആദ്യം ഇങ്ങനെ വായിക്കണം, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഹോളോ ടെസ്റ്റ്, ഹോളോ ടെസ്റ്റ്. എടാ നീ ഇമാരി ശബ്ദം ഉണ്ടാക്കിയിട്ട് വല്ല പിടിയാനെ ആയിരിക്കും വല്ല കൊമ്പനാനെ ഇണചേരാൻ വേണ്ടി വരും. അല്ല തന്നെ എനിക്കൊരു ആനേന്റെ ഫിഗറും ഉണ്ട്. എടാ ഇതാ നിന്നോട് പറഞ്ഞത്, നിന്നെ കൊണ്ട് നടക്കുന്ന കേസല്ല. എടാ ഇത് ആശാനെ പോലെ ജന്മനാ കഴിവുള്ള ആൾക്കാർ, ബ്ലഡിൽ കഴിവ് കിട്ടിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാ. ആശാനെ എനിക്കിത് പഠിച്ചേ പറ്റും. ഇതാ നടക്കൂല. ഇതിനിപ്പോ എത്ര പൈസ വേണം? ഇതിന് 15,000 രൂപ. ഒരു 30,000 റുപ്യ ഉണ്ട്. നീ മേടിക്കാൻ പോകണോ? മേടിക്കാൻ പോ. മോനെ ആശാന്റെ എല്ലാവിധ അനുഗ്രഹമുണ്ട്. നല്ലൊരു വായനക്കാരനായിട്ട് നന്നായി പഠിച്ചിട്ട് വരണം. നല്ല പരിപാടികളൊക്കെ വായിക്കണം കേട്ടോ. അതിനാര് വായിക്കുന്നു? ഇതിപ്പോ ആരെ കയ്യിലുള്ളേ? നിന്റെ കയ്യില്. ഇനി അനക്കും നാട്ടുകാർക്കും അച്ഛനും സമാധാനത്തിൽ കടന്നുറങ്ങാം. മനസ്സിലായ? അതിന് എങ്ങനെ സമാധാനം കിട്ടാൻ? എന്താ നീ 30,000 രൂപ എനിക്ക് തന്നില്ലേ? ഇതുകൊണ്ട് നാളെ ഞാൻ ഇവിടെ ഒരു ബാൻഡ് ടീം തുടങ്ങാൻ പോവാ. ഇനി നാളെ തൊട്ട് ആശാനും പിള്ളേരും കൂടെ അണിനിരക്കുന്ന ബാൻഡ് ടീമിന്റെ റിഹേഴ്സൽ.